ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറുതായിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണ് വന്നത്. ഇത് നമ്മൾ പച്ചരി വെച്ചിട്ടൊരു ഐറ്റമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും ഒന്നും ഇല്ലാതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ തലേദിവസം 2 കപ്പ് പച്ചരി പുതിർത്തി വെച്ചത് ഞാൻ നല്ലോണം കഴുകി ജാറിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ 2 പിടി ചോറും കൂടെ അതിൽ ഇട്ട് കൊടുക്കാം. ഒരു മുട്ടയും കൂടെ വേണം, അതും കൂടെ നമുക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കാം. അപ്പം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അധികം വെള്ളം വേണ്ട. അത്യാവശ്യം ഒരു നമ്മളെ അരച്ച് കഴിഞ്ഞാൽ നമ്മളെ വെള്ളാപ്പം ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കത് നല്ലോണം അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇതാ ഞാൻ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്കിതിങ്ങനെ എടുക്കുമ്പം കുറച്ചൊരു കട്ടിയിൽ വേണം, ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. അപ്പം ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ്. ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്, അത് നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്പൂണിൽ 3/4 ഞാൻ ഒഴിച്ചു കൊടുത്തത്. കുറച്ച് കുറയ്ക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കുറയ്ക്കുകയും ചെയ്യാം, കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം. അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തത്. ഇതിങ്ങനെ എണ്ണ ഇങ്ങനെ മേലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ടും നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് നല്ലോണം എണ്ണ പോക്കിയിട്ട് ടിഷ്യൂ പേപ്പറിലിടുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ബീഫ് ഫ്രൈൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.